രാജ്യതലസ്ഥാനത്തേക്കാണ്. അവിടെ പോലീസ് നടപടിയിലും പിന്മാറാതെ CJP പ്രവർത്തകരുടെ സമരം തുടരുന്നു. പ്രവർത്തകർ പാർലമെന്റിലേക്ക് നീങ്ങുകയാണ്. പോലീസ് നേരത്തെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും ലാത്തി വീശുകയും ചെയ്തിരുന്നു. PR അരവിന്ദ് ഉണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, പിന്നോട്ടില്ല എന്ന് ഉറച്ചു നിൽക്കുകയാണ് പാർട്ടികൾ. നിലവിൽ എന്താണ് അവിടെ നടക്കുന്നത്? അമൃത, അതീവ സംഘർഷ സാഹചര്യമാണ് ഡൽഹി ജന്തർ മന്ദറിൽ നിലവിലുള്ളത്. കാരണം ജന്തർ മന്ദറിൽ പാർലമെന്റിലേക്ക് ഇപ്പോൾ CJP പ്രവർത്തകരടക്കം മുന്നോട്ട് പോവുകയാണ്. ഇവരെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ പോലീസ് തുടരുകയും ചെയ്തു. പിന്നാലെ ലാത്തി വീശുന്ന നിലപാടടക്കം ഉണ്ടാകുകയും ചെയ്തു. ഇതുകൂടാതെ തന്നെ പാർലമെന്റ് പരിസരത്ത് ഇത്തരത്തിൽ കണ്ണീർ വാതകവും പോലീസ് പ്രയോഗിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ CJP പ്രവർത്തകരെ ചർച്ചയ്ക്ക് വിളിച്ചത്. ഇപ്പോൾ CJP പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതീവ സംഘർഷ സാഹചര്യമാണ്. കാരണം അഭിജിത്ത് അടക്കമുള്ള ഒരു വാഹനത്തിൽ മുന്നോട്ട് പോകുന്നു. പ്രകാശ് രാജും ഈ വാഹനത്തിലുണ്ട്. അവരെ ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മൾട്ടി ലെയർ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു പോലീസ് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചതെങ്കിലും ആ ബാരിക്കേഡുകൾ അടക്കം മറികടന്നുകൊണ്ട് ഇപ്പോൾ പ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ്. സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആയിരക്കണക്കിന് പേരാണ് ഈ പ്രതിഷേധത്തിൽ അണിനിരന്നിരിക്കുന്നത്. എന്തായാലും വലിയ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നു. കാരണം വലിയ രീതിയിലുള്ള ജനക്കൂട്ടമാണ് ജന്തർ മന്ദറിൽ ഇപ്പോൾ ഉള്ളത്. പോലീസ് ലാത്തി വീശുന്നതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള അപകട സാഹചര്യം അടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും നിലവിൽ CJPയുടെ 2 പ്രതിനിധികൾ കേന്ദ്ര സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ആദ്യം JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പക്ഷേ ഈ ചർച്ചയിൽ എന്തെങ്കിലും വിജയം കണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഡൽഹി ജന്തർ മന്ദറിൽ തുടർന്നു. അതേസമയം ഡൽഹിയിലെ വിവിധ ഇടങ്ങളിൽ സമാനമായ രീതിയിലുള്ള CJP പ്രതിഷേധം തുടരുകയാണ്. ശക്തമായ നിലപാടിൽ പോലീസ് അതിനെ തടയാൻ ശ്രമിക്കുമ്പോഴും അതിനെ ഒട്ടും വകവയ്ക്കാതെ തന്നെ ഇപ്പോൾ CJP പ്രവർത്തകരും മുന്നോട്ട് പോവുകയാണ്. അമൃത. അതെ അരവിന്ദ്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധം അവിടെ നടക്കുകയാണ്. ജന്തർ മന്ദറിൽ മാത്രമല്ല, ഇപ്പോൾ പാർലമെന്റിന്റെ സമീപത്തും ബാരിക്കേഡുകൾ ഉൾപ്പെടെ മറിച്ചു കടക്കാനുള്ള ശ്രമത്തിലാണ് CJP പ്രവർത്തകരൊക്കെ തന്നെ ഉള്ളത്. അരവിന്ദ്, ഇതിപ്പോൾ ഇന്നത്തെ ഈ സംഭവ വികാസങ്ങൾക്കൊക്കെ പിന്നാലെ കേന്ദ്രം CJPയെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ചർച്ച അതെപ്പോഴായിരിക്കും? അമൃത, സംഘർഷം അതിരൂക്ഷമാവുകയാണ്. പോലീസ് ലാത്തി വീശുകയാണ്. കാരണം ഈ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് ഇപ്പോൾ പ്രവർത്തകർ മുന്നോട്ട് പോയിരിക്കുന്നു. പോലീസിന്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം പൂർണ്ണമായും പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വലിയ ബാരിക്കേഡുകൾ, കാരണം സാധാരണ നിലയിൽ സ്ഥാപിച്ചിട്ടുള്ള ബാരിക്കേഡുകൾ അല്ലായിരുന്നു ഇന്ന് ജന്തർ മന്ദറിൽ സ്ഥാപിച്ചിരുന്നത്. ഏകദേശം 2 പൊക്കത്തിലുള്ള ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. ഈ ബാരിക്കേഡുകൾ അടക്കം മറിച്ചിട്ടുകൊണ്ട് പ്രവർത്തകർ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ ലാത്തി വീശിയിരിക്കുകയാണ് വീണ്ടും പോലീസ്. വലിയ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നു. രാജ്യതലസ്ഥാനം ഈ സമാനമായ കാലത്ത് കണ്ട ഏറ്റവും വലിയ പ്രതിഷേധമായി CJPയുടെ പ്രതിഷേധം മാറുകയാണ്. കാരണം രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വലിയ ജനക്കൂട്ടം ഇങ്ങോട്ട് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഒഴുകിയെത്തിയിരുന്നു. അവരെ നിയന്ത്രിക്കാൻ കഴിയാതെ ഡൽഹി പോലീസും അതുപോലെ തന്നെ ദ്രുതകർമ്മ സേനയടക്കം പാടുപെടുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്താണ് കേന്ദ്ര സർക്കാരുമായി നടന്ന ചർച്ചയുടെ ഫലം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ ചർച്ച പരാജയപ്പെട്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കുകയാണ്. നമ്മൾ പല ദൃശ്യങ്ങളും കാണാം. പോലീസ് കൈകൂപ്പിക്കൊണ്ട് പ്രവർത്തകർക്ക് പറയുകയാണ്, നിങ്ങൾ അവിടെ നിൽക്കൂ, അങ്ങോട്ട് മുന്നോട്ട് പോകരുത്. പക്ഷേ ഇതൊന്നും വകവയ്ക്കാൻ ഈ പ്രവർത്തകർ തയ്യാറാകുന്നില്ല. പക്ഷേ അരവിന്ദ്, ഇപ്പോൾ കൈകൂപ്പി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം ഈ പാർലമെന്റ് മാർച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് അടിച്ചമർത്താനുള്ള ശ്രമമായിരുന്നില്ലേ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ്. ലാത്തി വീശിയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണീർവാതം അടക്കം പല മേഖലകളിലും പോലീസ് പ്രയോഗിച്ചിട്ടു. അതേസമയം ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ് CJP വ്യക്തമാക്കിയിരിക്കുന്നത്. അഭിജിത്ത് ദീപ്ക അടക്കമുള്ളവർ ഒരു വാഹനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അഭിജിത്ത് ദീപ്കയ്ക്കൊപ്പം നടൻ പ്രകാശ് രാജും ഈ വാഹനത്തിലുണ്ട്. അമൃത. ശരി, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ കൂടുതൽ സംഘർഷഭരിതമാവുകയാണ് സാഹചര്യം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ടിയർ ഗ്യാസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, കണ്ണീർവാതകം പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഒന്നും തന്നെ അവിടെ നിന്ന് പിരിഞ്ഞ് പോകാൻ ഈ പ്രതിഷേധക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇന്ന് രാവിലെ മുതൽ നിരവധി ആളുകളാണ്, നിരവധി CJP പ്രവർത്തകരാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ തൊട്ട് കാണുന്നതാണ്. വലിയൊരു പോലീസ് വിന്യാസം തന്നെ ഇതിനെതിരെ അവിടെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹി പോലീസ് പറഞ്ഞതാണ് ഈ ഒരു മാർച്ചിന് പോലീസിന്റെ അനുമതിയില്ല, പോലീസ് അത് തടയുമെന്നുള്ള കാര്യം. ഇന്നിപ്പോൾ പാർലമെന്റ് മാർച്ച് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അത് അടിച്ചമർത്താനുള്ള ശ്രമങ്ങളായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഈ പ്രതിഷേധക്കാരെ തല്ലിച്ചതക്കുന്ന ദൃശ്യങ്ങൾ വരെ നമ്മൾ രാവിലെ കാണുകയുണ്ടായി. ഇപ്പോൾ ഇത് അതിന് പിന്നാലെ കേന്ദ്രം ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് CJPയെ. JP നഡ്ഡയുമായി അല്പസമയത്തിനകം CJP പ്രവർത്തകർ ചർച്ച നടത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് കൂടുതൽ അവിടെ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് അറിയുന്നത്. സമരക്കാർ പാർലമെന്റിലേക്ക് അടുക്കുകയാണ്. പാർലമെന്റിന്റെ മുന്നിലുള്ള ബാരിക്കേഡ് ഉൾപ്പെടെ മറികടക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം വെച്ച് നോക്കുകയാണെങ്കിൽ കേന്ദ്ര
JP നഡ്ഡയുടെ നേതൃത്വത്തിലുള്ള ചർച്ച ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഡൽഹിയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. PR അരവിന്ദ് തുടരുന്നുണ്ട്. അരവിന്ദ്, നിലവിൽ എന്താണ് അവിടുത്തെ അവസ്ഥ? ഈ രീതിയിലുള്ള സംഘർഷ സാഹചര്യം തന്നെയാണ് ഡൽഹി ജന്തർ മന്ദർ പരിസരത്ത് തുടരുന്നത്. കാരണം ആയിരക്കണക്കിന് പ്രവർത്തകർ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വലിയ അപകടപരമായ സാഹചര്യമുണ്ട്. കാരണം പോലീസ് എന്തെങ്കിലും തരത്തിലുള്ള ലാത്തി വീശുകയാണെങ്കിൽ അത് മറ്റൊരു അപകടത്തിലേക്ക് വഴിവെക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. കാരണം തിക്കും തിരക്കും വളരെയധികം രൂക്ഷമായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ പരമാവധി സംയമനം പാലിക്കണം എന്നൊരു നിർദ്ദേശം ഇതിനോടൊപ്പം തന്നെ പോലീസ് നൽകിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പരിഗണിക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്നും പരിഗണിക്കാതെ തന്നെ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് ബാരിക്കേഡുകൾ അടക്കം സ്ഥാപിച്ചാണ് പോലീസ് ഇവരെ പ്രതിരോധിക്കുന്നത്. പല ബാരിക്കേഡുകൾ അടക്കം ഇതിനോടൊപ്പം തന്നെ പ്രവർത്തകർ മറിച്ചിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. കാരണം ഡൽഹിയിൽ കേരള ഹൗസ് സ്ഥിതി ചെയ്യുന്നതിന് തൊട്ടടുത്താണ് ഈ ജന്തർ മന്ദർ നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള ഹൗസിന് മുന്നിൽ ഒരു ലെയർ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. അതിനു പുറമെ അതിൽ നിന്ന് ഒരു 100 മീറ്റർ മാറി വീണ്ടും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. ആ ബാരിക്കേഡുകളെല്ലാം മറികടന്നുകൊണ്ട് പല പ്രവർത്തകരും ഇതിനോടൊപ്പം തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്തായാലും ശക്തമായ പ്രതിരോധം പോലീസ് തീർക്കുന്നു. പക്ഷേ എത്രത്തോളം അവരെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനോടൊപ്പം തന്നെ വലിയ സുരക്ഷാ വിന്യാസം ഈ മേഖലയിൽ നടത്തിയിരുന്നു. 5000-ലധികം പോലീസിനെയും അതുപോലെ തന്നെ ദ്രുതകർമ്മ സേന, TAPF അടക്കമുള്ളവരെ നിയോഗിച്ചിരുന്നു. പക്ഷേ ഇത്രയും വിന്യാസം നടത്തിയിട്ടും പ്രവർത്തകരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ശക്തമായ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്ത് തുടരുന്നു. വലിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യം തന്നെയാണ് ഡൽഹി ജന്തർ മന്ദറിൽ തുടരുന്നത്. അതേസമയം പാർലമെന്റ് പരിസരത്തും സമാനമായ രീതിയിൽ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരുന്നു. അവർക്ക് നേരെ കണ്ണീർവാതകം അടക്കം പ്രയോഗിച്ചുകൊണ്ടാണ് പോലീസ് അവരെ പ്രതിരോധിച്ചത്. നിലവിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരം ഒരു പ്രതിഷേധമെന്നതും ശ്രദ്ധേയമാണ്. അഭിഷേക് അടക്കമുള്ളവർ മുന്നോട്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആത്മ അടക്കമുള്ളവർ ജന്തർ മന്ദറിൽ എത്തിയിരുന്നു. ശക്തമായ പ്രതിഷേധം തുടരും. കാരണം 3 ഉപാധികളായിരുന്നു സോനം വാങ്ചുക്ക് ഇന്ന് മുന്നോട്ട് വെച്ചത്. കാരണം ഈ ചോദ്യപേപ്പർ ചോദ്യത്തിനടക്കം ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരണം. അതോടൊപ്പം തന്നെ തങ്ങൾ ഡൽഹിയെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇന്നിപ്പോൾ ഉണ്ടാകുന്നത്. പലയിടത്തും മെട്രോ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ ഈ CJP പ്രവർത്തകരെ തടയാനുള്ള ഒരു ശ്രമമൊക്കെ പോലീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ജന്തർ മന്ദറിൽ എത്താൻ കഴിയാത്തവർ പല മെട്രോ സ്റ്റേഷനുകളിൽ നിന്ന് മാർച്ച് ആരംഭിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലായി പ്രതിഷേധക്കാർ തടിച്ചുകൂടിയിട്ടുണ്ട്. പ്രതിഷേധക്കാർക്ക് നേരെ ടിയർ ഗ്യാസ് ഉൾപ്പെടെ പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് പോലീസിന്. പക്ഷെ അപ്പോഴും പിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പ്രതിഷേധം നടക്കുമ്പോഴാണ് ഒരു വശത്ത് ഇതിപ്പോൾ കേന്ദ്രം അവരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ആ ചർച്ച ആരംഭിച്ചു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. അച്യുതൻ കൂടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ നമുക്ക്? ഇപ്പോഴും പാർലമെന്റിന് മുൻപിൽ ഈ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. അതായത് ഡൽഹി പോലീസ് ഉണ്ട്, CRPF ഉണ്ട്, BSF ഉണ്ട്, അർദ്ധസൈനിക വിഭാഗം. ഈ 4 വിഭാഗങ്ങൾ ചേർന്നിട്ടാണ് ഇപ്പോൾ പ്രതിഷേധക്കാരെ പിന്തിരിഞ്ഞു പോകാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അത് പ്രതിഷേധക്കാർ അംഗീകരിക്കുന്നതിന് തുടർച്ചയായി കണ്ണീർ വാതകം ഈ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ഈ അന്തരീക്ഷം മൊത്തത്തിൽ കണ്ണീർ വാതകം കൊണ്ട് പുക മറച്ചിച്ച തരത്തിലാണ് നിലവിലുള്ളത്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷം അത് പാർലമെന്റിന് മുൻപിൽ, അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസ് ക്ലബ് ഇരിക്കുന്ന ആ ഭാഗത്താണ് ഇത്തരം ഒരു പ്രവർത്തകർ വലിയ രീതിയിൽ ഒത്തുകൂടിയിരിക്കുന്നത്. പ്രവർത്തകരോട് തുടർച്ചയായി പറഞ്ഞു നിങ്ങൾ പിരിഞ്ഞു പോകണം എന്നുള്ളത്. എന്നാൽ ഒരു തരത്തിലും പ്രതിഷേധത്തിന്റെ ഭാഗമായവർ പിന്തിരിയാൻ തയ്യാറല്ല. ഈ ഘട്ടത്തിലാണ് തുടർച്ചയായി തന്നെ പോലീസ് നടപടി എടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു കണ്ണീർ വാതക പ്രയോഗം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നു. അതെ, അവിടെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകുന്നു, സംഘർഷഭരിതമാകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നിരവധി ആളുകൾ ഇപ്പോഴും ഈ പ്രതിഷേധത്തിൽ പങ്കാളികളാകാൻ അവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പാർലമെന്റിനടുത്തേക്ക് മാർച്ച് നടത്തുകയാണ് CJP പ്രവർത്തകർ. ആ പരിസരത്തുള്ള ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയാണ് ഈ CJP പ്രവർത്തകർ. അതിനിടയിലാണ് ഈ ചർച്ച നടക്കുന്നത്. കേന്ദ്രമന്ത്രി JP നഡ്ഡ CJP വക്താക്കളുമായി ചർച്ച നടത്തുകയാണ്. അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഡൽഹിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അവിടെ CJP പ്രവർത്തകരുടെ ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നിരവധി ആളുകൾ, 1000-കണക്കിന് CJP പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്, സമാധാനപൂർണ്ണമായ ഒരു മാർച്ച് ആയിരിക്കുമെന്ന് അഭിജിത് ദീപ്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേശീയ പതാക മാത്രം എന്തിക്കൊണ്ടുള്ള ഒരു മാർച്ചായിരിക്കും, പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം CJP പ്രവർത്തകർക്ക് അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇതാ രാവിലെ നമുക്ക് കാണാൻ കഴിഞ്ഞത് പാർലമെന്റ് മാർച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ലാത്തി ചാർജിലേക്ക് ഡൽഹി പോലീസ് കടക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ
ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നു, പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും പിരിഞ്ഞു പോകാൻ CJP പ്രവർത്തകർ തയ്യാറായിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നിരവധി ആളുകൾ ഇപ്പോഴും അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയുടെ പല മേഖലകളിലായി അവർ തടിച്ചുകൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഡൽഹിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം പല മെട്രോ സ്റ്റേഷനുകളിലും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായി അങ്ങോട്ടേക്ക് പോകുന്ന ആളുകളെ, പ്രവർത്തകരെ തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ മെട്രോ സ്റ്റേഷനുകളിൽ നിന്ന് ഇപ്പോൾ പാർലമെന്റ് പരിസരത്തേക്ക് മാർച്ചായി കൂടുതൽ ആളുകൾ, കൂടുതൽ CJP പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. ഏതായാലും ഇതിലൊരു തീരുമാനം ഉണ്ടാകാതെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യവുമായാണ് ഈ CJP പ്രവർത്തകർ മാറ്റകൾ തെരുവിലേക്ക് ഇറങ്ങിയത്. ജന്തർ മന്ദറിൽ സമരം ഇരിക്കാൻ അവർ ആരംഭിച്ചത്. ഏതായാലും ആ ഒരു ആവശ്യത്തിൽ നിന്ന്, ആ ആവശ്യം കേന്ദ്രം അംഗീകരിക്കുന്നത് വരെ അവരുടെ ആവശ്യത്തിൽ നിന്ന് അവർ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ചർച്ചയ്ക്ക് ശേഷം എന്ത് തീരുമാനത്തിലേക്കായിരിക്കും എത്തുക എന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത്. ചർച്ച ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. JP നഡ്ഡയുടെ നേതൃത്വത്തിൽ CJP വക്താക്കളുമായി ചർച്ച നടത്തുകയാണ്. ഇനിയിപ്പോൾ എന്ത് തീരുമാനത്തിലേക്കായിരിക്കും എത്തുക, പറഞ്ഞ് മനസ്സിലാക്കാൻ കേന്ദ്രത്തിന് കഴിയുമോ എന്ന് തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും കഴിഞ്ഞ ഒരു മാസത്തോളമായി CJP പ്രവർത്തകർ ജന്തർ മന്ദറിൽ സമരം ഇരിക്കുകയാണ്. സോനം വാങ്ചുക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരാഹാര സമരം ഇരിക്കുകയാണ് ഈ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട്. ധർമ്മേന്ദ്ര പ്രധാനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ളൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട്. പക്ഷെ അപ്പോഴൊന്നും തന്നെ ഒരു ചർച്ചയ്ക്ക് കേന്ദ്രം തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പ്രതിപക്ഷത്ത് നിന്നുള്ള ആളുകൾ, നേതാക്കൾ പരിപൂർണ പിന്തുണയുമായി CJPക്കൊപ്പം ചേരുമ്പോഴും, അവിടെ നിരാഹാര പന്തലിലേക്ക് എത്തുമ്പോഴും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ആഭ്യന്തരമന്ത്രി ആയിക്കോട്ടെ, ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു അപ്രതീക്ഷിത നീക്കം ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. സോനം വാങ്ചുക്കിനെ അവിടെ നിന്ന് മാറ്റുന്നു. അതിന് പിന്നാലെ ഇത് വലിയ പ്രതിഷേധത്തിലേക്ക് പാർട്ടികൾ കടന്നിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.